നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. കേസിൽ പോലീസ് കൂടുതൽ വകുപ്പുകൾ ചേർത്തു. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകളാണ് അധികമായി ചേർത്തത്. ഇക്കാര്യം അറിയിച്ച പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. പ്രതികളുടെ കസ്റ്റഡി കാലാവധിയും ഇന്ന് അവസാനിക്കും. മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, കൂടുതലായി ചില ആരോപണങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. ഇവർ മാത്രമല്ല, ഇനിയും ചില ആളുകൾ ഇതിന് പിന്നിലുണ്ട് എന്ന് കുടുംബം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, ഹോസ്റ്റൽ അധികൃതർക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇത്രയും ദൂരെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്തിനാണ് ഇത്രയും ഗുരുതരമായി പരിക്കേറ്റ അമ്മുവിനെ ഇത്രയും ദൂരം സഞ്ചരിച്ച് കൊണ്ടെത്തിച്ചത് എന്നിങ്ങനെ കുറേ ചോദ്യങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അതിനെല്ലാം ഒരു ഉത്തരം തേടി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് കുടുംബം എത്തുകയാണ്. മറ്റെന്തൊക്കെ ആവശ്യങ്ങളാണ് കൂടുതലായി കുടുംബം ഉന്നയിക്കുന്നത്? ദേവിക, അമ്മു സജീവന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം, ഇപ്പോൾ പിടിയിലായിരിക്കുന്ന അറസ്റ്റിലായിരിക്കുന്ന 3 പ്രതികൾക്കപ്പുറം കൂടുതൽ ആളുകൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വിശദമായി അന്വേഷിക്കുന്ന ഒരു അന്വേഷണമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ ഹോസ്റ്റൽ അധികൃതർ, കോളേജ് അധികൃതർ, ആശുപത്രിയിലുണ്ടായ ചികിത്സാ പിഴവ്, ഈ കാര്യങ്ങളിലെല്ലാം വിശദമായ അന്വേഷണം കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. കോളേജിൽ നിന്നും വിദ്യാലയത്തിൽ നിന്നും ഒപ്പം തന്നെ കോളേജ് ഹോസ്റ്റലിൽ നിന്നും കൃത്യമായ വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നും അമ്മു സജീവന് ചികിത്സ ഉറപ്പാക്കുന്നതിൽ ആശുപത്രിയിൽ നിന്നടക്കം വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് കുടുംബം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പരിധിയിൽ വരുന്ന ഒരു വിശദമായ അന്വേഷണം ഇനി വേണം എന്നുള്ളതാണ് അമ്മു സജീവന്റെ കുടുംബം ആരോപിച്ചിരുന്നത്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന അമ്മു സജീവന്റെ സഹപാഠികളായിട്ടുള്ള 3 വിദ്യാർത്ഥിനികൾ, ഈ വിദ്യാർത്ഥികളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോരാ. അമ്മു സജീവന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടെങ്കിൽ അത് കൃത്യമായി വെളിവാകുന്ന തരത്തിലുള്ള അന്വേഷണമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഈ കാര്യമായിരിക്കും മുഖ്യമന്ത്രിയുമായി ഇന്ന് സംസാരിക്കുമ്പോൾ അമ്മു സജീവന്റെ കുടുംബം ആവശ്യപ്പെടുക. ഒപ്പം തന്നെ അമ്മു സജീവന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റമായിരുന്നു അറസ്റ്റിലായ 3 സഹപാഠികളായ അമ്മു സജീവന്റെ കൂടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥിനികൾക്കെതിരെ ചുമത്തിയിരുന്നത്. ഈ വകുപ്പുകൾക്ക് അപ്പുറം പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളും പോലീസ് അധികമായി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ കാര്യം പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇനി ഈ കേസിന്റെ അന്വേഷണ ചുമതല പത്തനംതിട്ട ഡിവൈഎസ്പിക്കായിരിക്കും. ഇന്ന് രാവിലെ 11 മണിയോടെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്ന 3 പ്രതികളുടെയും കസ്റ്റഡി കാലാവധി അവസാനിക്കും. പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 3 പ്രതികളെയും ഇന്ന് ഹാജരാക്കും. കൂടുതൽ ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസ് ഈ 2 ദിവസങ്ങളിൽ പ്രതികളിൽ നിന്നും ചോദ്യം ചെയ്യലിലൂടെയും മറ്റും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഈ പ്രതികളുടെ 3 പേരുടെയും ഫോണുകളിൽ കൂടുതൽ തെളിവുകൾ അവശേഷിക്കുന്നുണ്ട് എന്നായിരുന്നു കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് കോടതിയെ അറിയിച്ചിരുന്നത്. കൂടുതൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും ആവശ്യമുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. 2 ദിവസം വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും ഈ ചോദ്യം ചെയ്യലുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം കൂടുതൽ ആളുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള മൊഴിയെടുക്കലും പോലീസ് ശേഖരിച്ചിരുന്നു. അമ്മു സജീവൻ പഠിച്ചിരുന്ന കോളേജ് ഹോസ്റ്റൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലീസ് എത്തി വിശദമായിട്ടുള്ള വിവരശേഖരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. ഡിജിറ്റൽ തെളിവുകളും ധാരാളമായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ 3 പ്രതികളിൽ ഒരാളുടെ റെക്കോർഡിംഗ് ബുക്കായിട്ടുള്ള ലോഗ് ബുക്ക് കാണാതായ സംഭവത്തിൽ ദുരൂഹത തുടരുന്നുണ്ട് എന്ന അമ്മു സജീവന്റെ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യം പോലീസ് കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു. ഇത് കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട്. ഇതിൽ എന്തൊക്കെ ദുരൂഹതകളാണ് അവശേഷിക്കുന്നത് എന്ന് കണ്ടെത്താനുള്ള ശ്രമവുമായിരുന്നു കഴിഞ്ഞ ദിവസം വിശദമായിട്ടുള്ള പ്രതികൾ 3 പേരുടെ ചോദ്യം ചെയ്യലിലൂടെ പോലീസ് ശ്രമിച്ചിരുന്നത്. ഈ ചോദ്യം ചെയ്യലുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ 2 ദിവസമായിട്ട് കൂടുതൽ ആളുകളുടെ മൊഴികളും പോലീസ് എടുത്തിരുന്നത്. ഇതിനുവേണ്ടി കോളേജ് വിദ്യാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെയെല്ലാം പോലീസ് എത്തി വിശദമായിട്ടുള്ള വിവരശേഖരണവും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് 11 മണിയോടെ 3 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഉയർന്നുവരുന്ന ആവശ്യം. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്നും ഈ 3 പ്രതികൾ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ പോലും ഈ 3 പ്രതികളെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം പോരാ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ABVP ശക്തമായിട്ടുള്ള സമര പ്രക്ഷോഭങ്ങളുമായി രംഗത്തുണ്ട്. ABVP ആവശ്യപ്പെടുന്നത് കുടുംബം ആവശ്യപ്പെടുന്ന കാര്യത്തിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ആവശ്യങ്ങളാണ്. ഈ 3 പ്രതികളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ലാതെ ചികിത്സാ പിഴവടക്കം ആരോഗ്യവകുപ്പിന് ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആശുപത്രി ഡോക്ടർമാരടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാകണമെന്നും ABVP ആവശ്യപ്പെടുന്നുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ABVP ഗവർണർക്ക് പരാതിയും നൽകിയിരുന്നു. കൃത്യമായ വീഴ്ചയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അമ്മു സജീവനെ കൃത്യമായ ചികിത്സ ഈ അമ്മു സജീവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമുള്ള സമയങ്ങളിൽ ലഭിച്ചിട്ടില്ല. ദൂരം കുറവുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിന് പകരം ദൂരം കൂടുതലുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് അമ്മു സജീവനെ കൊണ്ടുപോയത്. ഇക്കാര്യം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടില്ല എന്ന് അമ്മു സജീവന്റെ മാതാപിതാക്കൾ പറയുന്നുമുണ്ട്. അപ്പോൾ ദൂരം കൂടുതലുള്ള തിരുവനന്തപുരത്തേക്ക് എന്തിനു കൊണ്ടുപോയി എന്നുള്ള ചോദ്യവും ABVP ഉയർത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആശുപത്രി ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരുന്ന ഒരു ജുഡീഷ്യൽ അന്വേഷണമാണ് ABVPയും ആവശ്യപ്പെടുന്നത്. ഇനി കൃത്യമായിട്ടുള്ള അന്വേഷണ പുരോഗതി ഈ കേസിൽ ഉണ്ടായില്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ ABVP അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് കൃത്യമായി കൂടുതൽ
ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കുടുംബം ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള ഒരു അന്വേഷണമായിരിക്കും ഇനിയുള്ള ഘട്ടത്തിൽ ആവശ്യമായി വരിക. ദേവിക, റൈറ്റ്, അത് തന്നെയാണ്. അമ്മുവിൻ്റെ ഫോണിൻ്റെ ലോക്ക് അഴിച്ചതടക്കം കുടുംബം വിഷയത്തിൽ വളരെയധികം സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് കുടുംബം മുഖ്യമന്ത്രിയെ കാണും. മിഥുൻ മുരളിയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.